കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടി വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് റോഷി അഗസ്റ്റിനും ഒരാൾ ജോബ് മൈക്കിളുമാണ്. റോഷി അഗസ്റ്റിൻ ഇടുക്കി MLA ആണ്. നിലവിൽ പിണറായി മന്ത്രിസഭയിൽ ജലവകുപ്പ് മന്ത്രി കൂടിയാണ്. ജോബ് മൈക്കിൾ ചങ്ങനാശ്ശേരി MLA ആണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ കരുത്തും അതും കൂടുതൽ കാര്യക്ഷമതയും കോൺഗ്രസിലേക്ക് പോകുന്നതാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അന്തിമ തീരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച നടത്താൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ജോസ് കെ മാണിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് PC ജോർജ് അടക്കമുള്ള നിരവധിയായ നേതാക്കൾ UDFിൽ നിന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്. മാത്രമല്ല PJ ജോസഫും പറഞ്ഞതാണ്. ഇത്രമേൽ വഞ്ചനാപരമായ നടപടികൾ സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കളെ പോലും കരിവാരി തേക്കാൻ കിട്ടുന്ന അവസരം അത് ഒരു രീതിയിലും പാഴാക്കാത്ത വ്യക്തിയാണ് ജോസ് കെ മാണി. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇടുക്കി MLA ആയി റോഷി ജയിച്ചപ്പോൾ തന്നെ ജോസ് കെ മാണി പരാജിതനായിരുന്നു. ആ സമയത്ത് തന്നെ ജോസ് കെ മാണി എല്ലാ രീതിയിലും തകർന്നടിഞ്ഞ മട്ടായിരുന്നു. സ്വന്തം പാർട്ടി കൈപ്പിടിയിൽ നിന്നും പോകുമോ എന്ന ഭയമുണ്ടായിരുന്നു. അന്നു മുതൽ തന്നെ ജോസ് കെ മാണിക്ക് ഒരു എക്സ്ട്രാ കെയർ എന്ന രീതിയിൽ സ്വന്തം പാർട്ടിയെക്കുറിച്ച് വലിയ ആവലാതി ഉണ്ടായിരുന്നു എന്ന് റോഷി അഗസ്റ്റിൻ്റെ പല വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമായി കഴിഞ്ഞ ഒരു കാര്യമാണ്. റോഷി അഗസ്റ്റിൻ പാർട്ടി പിടിച്ചടക്കാനുള്ള ശ്രമമല്ല നടത്തുന്നത്, മറിച്ച് പാർട്ടിയെ തള്ളിപ്പറയാൻ, ഉപേക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അന്തരിച്ച KM മാണി ഉയർത്തിക്കൊണ്ടുവന്ന കർഷകരെയും മലയോരക്കാരെയും സംരക്ഷിക്കുന്ന ആ പഴയ കേരള കോൺഗ്രസ് M അല്ല ഇപ്പോഴെന്നും, ഇടതുപക്ഷത്തിൻ്റെ തൊഴുത്തിൽ കെട്ടിയതുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അന്തസ്സത്ത തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും ഒട്ടുമിക്ക നേതാക്കൾക്കും തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഈ നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇടുക്കി ജില്ലയിൽ, ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ജയിക്കുക എന്നുള്ളത് ചിരകാല അഭിലാഷങ്ങളിൽ ഒന്ന് തന്നെയാണ്. 2001 മുതലുള്ള ആ തേരോട്ടം തുടരാൻ ഇനി കോൺഗ്രസ് അല്ലാതെ മറ്റ് ഒരു ഉപാധിയുമില്ല എന്ന് റോഷിയോട് അടുത്ത അനുകൂലിക്കുന്ന ആളുകൾ എല്ലാം തന്നെ അഭിപ്രായപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. വളരെ വൈകാതെ തന്നെ KPCCയുമായി ഈ കാര്യം ചർച്ച നടത്തി മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരിക്കലും UDFിലേക്ക് ഇനി പ്രവേശനമില്ല. കാരണം അത്രമേൽ ചതിച്ച ഒരു വ്യക്തിയെ ഇനി UDFിൻ്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയെ ജനങ്ങൾ തമസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പാലായിൽ മാത്രമല്ല, കോട്ടയം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. ഇത് മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിനി കാര്യമായ നേട്ടമുണ്ടാവുകയില്ല. ഇത്തരത്തിൽ റോഷി അഗസ്റ്റിനും ജോബ് മൈക്കിളും ഒക്കെ വിട്ടുപോയ ജനകീയരല്ലാത്ത ഒരു പറ്റം നേതാക്കളുടെ ഒരു കൂട്ടായ്മയായി കേരള കോൺഗ്രസ് M അധപതിക്കുമെന്നുള്ളത് വ്യക്തമാണ്.